എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്പോർട്സ് കോട്ട കൗൺസിലിംഗ് നാളെ നടക്കും. അപ്പോൾ നാളെ രാവിലെ 10 മണി മുതൽ നാളെ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ഈ ഒരു കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റാങ്ക് ബേസ് അനുസരിച്ച് കൊണ്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുകയും ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു സ്പോർട്സ് കോട്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെനു ബാറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നൽകിയുള്ള ഓരോ ഓപ്ഷൻസും അനുസരിച്ച് നിങ്ങൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുകയും നിങ്ങൾക്ക് എവിടെയാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് അതനുസരിച്ച് നിങ്ങൾ അഡ്മിഷനായിട്ട് പോവുകയുമാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരു കോളേജിൽ നിങ്ങൾ പോവുക, ബാക്കിയുള്ള കോളേജിൽ നിങ്ങളുടെ പ്രതിനിധികളെ അയക്കുക. അതായത് നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരന്മാർ ഇവരിൽ ആരെങ്കിലും, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 2, 3, 4 കോളേജുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ സഹോദരന്മാർ എന്നിവരെ നിങ്ങൾക്ക് ഓരോ കോളേജിലേക്ക് അയക്കാം. അപ്പോൾ നിങ്ങൾ അതായത് നിങ്ങളുടെ രക്ഷിതാക്കളെ പ്രതിനിധികളായിട്ട് അയക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ കയ്യിൽ കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓതൻറ്റിക്കേഷൻ ലെറ്റർ, അതായത് ഓതറൈസേഷൻ ലെറ്റർ. അപ്പോൾ ഓതറൈസേഷൻ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സമ്മതപത്രമാണ്. അതായത് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൽ, അതായത് നിങ്ങൾ സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പകരമായിട്ട് ഒരു പ്രതിനിധിയായിട്ട് നിങ്ങൾ ഇവരെ, അതായത് നിങ്ങളുടെ രക്ഷിതാക്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അതിൽ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഓതറൈസേഷൻ ലെറ്റർ അതിനാണ് ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു സ്പോർട്സ് കോട്ട സീറ്റിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റല്ല കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള നിബന്ധനകളാണ് ഇവയുടെ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾ നാളെ, അതായത് ജൂൺ 28 ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിലായിട്ട്, അതായത് നിങ്ങളുടെ റാങ്ക് ബേസ് ചെയ്തിട്ടാണ് വിളിക്കുക. ഒരു തവണ വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടുത്തൊരു വിദ്യാർത്ഥി, നിങ്ങൾ അവിടെ ഹാജരായിട്ടില്ലെങ്കിൽ അടുത്ത വിദ്യാർത്ഥിക്ക് അതിനുള്ള അവസരം കൊടുക്കും. പിന്നീട് നിങ്ങൾക്ക് അവിടെ അവസരം കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ ഈ ഒരു നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. അതായത് കേരള സർവകലാശാല 1ാം വർഷ ബിരുദ പ്രവേശനം സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് കോളേജിൽ ഹാജരാവണം. അതുപോലെ നിങ്ങൾ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള കോഴ്സുകളിലേക്ക് മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റുകയുള്ളൂ. എല്ലാ കോളേജുകളിലും എല്ലാ കോഴ്സുകൾക്കും ഒരേ ദിവസം തന്നെയാണ് കൗൺസിലിംഗ് നടക്കുന്നത്. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ ഒന്നിൽ കൂടുതൽ കോളേജിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക്, അതായത് ഒന്നിൽ കൂടുതൽ കോളേജുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിങ്ങിൽ പങ്കെടുക്കാനായിട്ട് രക്ഷിതാവ് അല്ലെങ്കിൽ പ്രതിനിധിയുടെ സഹായം ഉപയോഗിക്കാവുന്നതാണ്. രക്ഷകർത്താവ് അല്ലെങ്കിൽ പ്രതിനിധിയാണ് ഹാജരാകുന്നതെങ്കിൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ വിദ്യാർത്ഥി ഒപ്പിട്ട സാക്ഷ്യപത്രം, അതായത് നിങ്ങൾ ഒപ്പിട്ടിട്ട് നിങ്ങളുടെ രക്ഷിതാവിന് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ഏൽപ്പിച്ച കാര്യം ആ ഒരു ഓതറൈസേഷൻ ലെറ്ററായിട്ട് എഴുതിയിട്ട് നിങ്ങൾ രക്ഷിതാവിൻ്റെ കയ്യിൽ കൊടുക്കേണ്ടതാണ്. അതുപോലെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്കിപ്പോൾ 2-3 കോളേജുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ നിങ്ങൾ പോവുക, ഒരു കോളേജിൽ നിങ്ങളുടെ രക്ഷിതാവിനെ അയക്കുക, ഒരു കോളേജിൽ നിങ്ങളുടെ സഹോദരന്മാരെ അയക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ രാവിലെ 12 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ വിദ്യാർത്ഥിയോ പ്രതിനിധിയോ കോളേജിൽ ഹാജരാവണം. അതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് അതായത് നിങ്ങൾക്ക് ലഭിച്ച റാങ്ക് അനുസരിച്ചാണ് കൗൺസിലിംഗ് ഉണ്ടാവുക. അതിനാൽ റാങ്ക് വിളിക്കുന്ന സമയത്ത് വിദ്യാർത്ഥിയോ പ്രതിനിധിയോ ഹാജരാകാത്ത പക്ഷം റാങ്ക് ലിസ്റ്റിലെ അടുത്തയാളെ പരിഗണിക്കുന്നതാണ്. ഇങ്ങനെ സീറ്റ് നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥിക്ക് പിന്നീട് ആ ഒരു സീറ്റ് അവകാശപ്പെടാനായിട്ട് സാധിക്കുന്നതായിരിക്കില്ല എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്മിഷന് ഹാജരാകുന്നവർ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അസൽ ഹാജരാക്കേണ്ടതാണ്. പ്രതിനിധി ഹാജരാകുന്ന കോളേജിൽ ആണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ പ്രിൻസിപ്പാൾ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ വിദ്യാർത്ഥി അതായത് നിങ്ങൾ നേരിട്ട് പോയിട്ട് നിങ്ങൾ ആ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി നിങ്ങളുടെ അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. നിലവിൽ മറ്റേതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളവർ, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ അഡ്മിഷൻ മെമ്മോ, അതായത് അഡ്മിറ്റ് മെമ്മോ നിങ്ങൾ ഹാജരാക്കണം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്ന പക്ഷം നിങ്ങൾക്ക് പ്രിൻസിപ്പൽ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ, അതായത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ നിങ്ങൾക്ക് നിശ്ചിത സമയം അനുവദിക്കും ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകുന്നതിനായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അഡ്മിഷൻ ലഭിച്ച കോളേജിൽ നിന്നും ടിസിയും മറ്റ് സർട്ടിഫിക്കറ്റുകളും വാങ്ങി അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. പ്രിൻസിപ്പൽ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കാത്തവരുടെ സീറ്റ് ഒഴിവുള്ളതായി പരിഗണിക്കുന്നതും അടുത്ത ഘട്ടത്തിൽ കൗൺസിലിങ്ങിൽ അത് നികത്തുന്നതായിരിക്കും. ഇങ്ങനെ സീറ്റ് നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളെ പ്രസ്തുത സീറ്റിലേക്ക് പിന്നീട് യാതൊരുവിധ കാരണവശാലും
പരിഗണിക്കുന്നതായിരിക്കില്ല എന്നുള്ളതും പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായിട്ട് വെരിഫിക്കേഷൻ നടത്തിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അതത് കോളേജുകളിൽ പരിശോധിക്കുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ സർട്ടിഫിക്കറ്റുകളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തിയാൽ അഡ്മിഷൻ നിരസിക്കും. അതുപോലെ പ്രൊഫൈലിൽ ചേർത്തിട്ടുള്ള യാതൊരു സർട്ടിഫിക്കറ്റുകളും പരിഗണിക്കുന്നതല്ല. അഡ്മിഷൻ ലഭിക്കുന്നവർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അവരുടെ പ്രൊഫൈലിലൂടെ ഓൺലൈനായിട്ടാണ് അടക്കേണ്ടത്. അതിലേക്കുള്ള ലിങ്ക് കോളേജിൽ നിന്നും നിങ്ങൾക്ക് ആക്റ്റീവാക്കി തരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ, അതായത് നിങ്ങൾക്ക് 2 or 3 കോളേജുകളിലൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഒരു കോളേജിൽ നിങ്ങൾ പോകുക, ഒരു കോളേജിൽ നിങ്ങളുടെ രക്ഷിതാവിനെ അയക്കുക, ഒരു കോളേജിൽ നിങ്ങളുടെ സഹോദരന്മാരെയോ മറ്റോ അയക്കുക. അപ്പോൾ അയക്കുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ഓതറൈസേഷൻ ലെറ്റർ കൂടി കൊടുക്കണം. അത് നിങ്ങളുടെ ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങളുടെ രക്ഷിതാവിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു കാര്യം അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അതിൽ നിങ്ങൾ സിഗ്നേച്ചർ ഇടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട്, അതായത് രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് ഈ ഒരു കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് ഈ ഒരു നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ, അതായത് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള കോളേജിൽ പോയിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.